Child Church. Today the children present storytelling, Bible verses, songs, names of 66 books of Bible, group songs, God's message and group dances. For the first time, Jeff, Matthew and Hannah on stage. So let's put our hands together. Let's welcome them on stage. ഇംഗ്ലീഷ് സ്റ്റോറി പറയുന്നതിനായി ജെഫിനെയും മലയാളം സ്റ്റോറി പറയുന്നതിനായി ഹന്നയെയും ഈ വേദിയിലേക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യുക. Praise the Lord. My name is Jeff P. Matthew. Today I want to say the first miracle done by Lord Jesus Christ, which is mentioned in John chapter 2 verses 1 to 3. One day Jesus and his disciples went to attend a wedding in Cana. His mother was also there. In those days, the important thing in the wedding is wine. But unfortunately, the wedding house ran out of wine. His mother Mary informed this to Jesus, and Jesus told the servants to fill 6 stone water pots with water. The servants immediately filled it up to the brim. Jesus told them to draw some water out and serve it to the master of the feast. The water magically turned into wine, and the wine was delicious than the previous one. So my dear people, are you worried that your life is not fruitful? Don't worry. Jesus, who is capable of turning your life into fruitful, is also capable of turning water into wine. മകത്വം. കൂട്ടുകാരെ, ദൈവം പറഞ്ഞതനുസരിക്കാതിരുന്നാൽ യോനാ പ്രവാചകന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരിക്കൽ ദൈവം യോനാ പ്രവാചകനോട് നിനവയിലേക്ക് പോവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവിടുത്തെ ജനങ്ങൾ ദുഷ്ടന്മാരായതിനാൽ യോന ദൈവം പറഞ്ഞതനുസരിക്കാതെ താർശീഷിലേക്ക് കപ്പൽ കയറി. ഇത് കണ്ട് കോപിച്ച ദൈവം ഒരു വലിയ കൊടുങ്കാറ്റിനെ നിയോഗിച്ചു. കടൽ ശോഭിച്ചു, കപ്പൽ ഇളകി മറിഞ്ഞു. കപ്പൽ തകരുമെന്ന അവസ്ഥയായപ്പോൾ അവരിലുണ്ടായിരുന്നവർ ആകെ പേടിച്ച് അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. യോനയോടുള്ള ദൈവത്തിൻ്റെ കോപമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയപ്പോൾ യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെ കടലിൽ വീണ യോനയെ വിഴുങ്ങാൻ ദൈവം ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. 3 രാത്രി 3 പകൽ യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞ്. അവിടെ കിടന്ന യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. യോനയുടെ പ്രാർത്ഥന സ്വീകരിച്ച ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. അപ്പോൾ അത് യോനയെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് യോന വെളിയിലേക്ക് യാത്രയായി. Praise the Lord. Thank you Jeff and thank you Hannah. KFM ചൈൽഡ് ചർച്ചിൽ എല്ലാ ആഴ്ചകളിലും പലതരം പ്രോഗ്രാംസുകൾ നടത്തപ്പെടാറുണ്ട്. വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വചനം ഡാൻസിലൂടെയും ഗെയിംസിലൂടെയും കഥകളിലൂടെയും പാട്ടിലൂടെയും കുട്ടികൾ പഠിക്കുന്നു. അതിൽ നിന്നും ചില പ്രോഗ്രാംസാണ് ഇന്ന് ഇവിടെ കാണിക്കുവാൻ പോകുന്നത്. അതിനായി ലെറ്റ്സ് വെൽക്കം കെവിൻ, മെയൂനിയ ആൻഡ് ഷാലു ഓൺ ദ സ്റ്റേജ് ഫോർ പ്രസന്റിംഗ് ദ ബൈബിൾ വേഴ്സസ്. ഇവരെ കരങ്ങളടിച്ച് സ്വാഗതം ചെയ്താട്ടെ. ലെറ്റ്സ് വെൽക്കം ദം ഓൺ ദ സ്റ്റേജ്. Praise the Lord. 1 Corinthians 13 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലുപ്പതോ കൈത്താളം മാത്രമേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ടും സകല മർമ്മോ സകല ജ്ഞാനം ഗ്രഹിച്ചാലും മലകളെത്തിക്കത്തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്നെ ശരീരം തൊടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. സ്നേഹം നീർക്കുമ്പോൾ ക്ഷമിക്കുക കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്വാധിക്കുന്നില്ല, സ്നേഹം നിൽക്കുന്നില്ല, അയാമ നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കാണുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നതിൽ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം മറക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രതീക്ഷിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നുപോവുകയില്ല. പ്രവചനമോ അത് നീങ്ങിപ്പോം, ഭാഷാവരമോ നീങ്ങിപ്പോം, ജ്ഞാനമോ നീങ്ങിപ്പോം,
അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴും അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശു എന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരീപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളിൽ തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമഴയെ കാണും, അപ്പോഴോ മുഖമഴയെ കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴോ അറിയപ്പെട്ടതുപോലെ തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യേകിച്ച് സ്നേഹം, ഈ മൂന്ന് നിലനിൽക്കുന്നവയെ വലുതോ സ്നേഹം തന്നെ. 1 സങ്കീർത്തനങ്ങൾ 1 മുതൽ 6 വരെ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ എത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. प्रभु की स्तुति, प्रेज़ द लॉर्ड। परमेश्वर के नाम की महिमा हो, देवनामത്തിന് മഹത്വം ഉണ്ടാവട്ടെ. हम आपको बाइबल को 10 श्लोक को बताते हैं. ഞാൻ ഇന്നിവിടെ ഹിന്ദി ബൈബിളിലെ കുറച്ച് വാക്യങ്ങളാണ് പറയാൻ പോകുന്നത്. यहोवा मेरा चरवाहा है, मुझे कुछ काटना होगा. तेरे वचन मेरे पाँव के लिए दीपक और मेरे मार्ग के लिए उजियाला है. दाऊद के पुत्र और इस्राएल के राजा सुलेमान है नीति वचन. यह शब्द इसलिए लिखे गए हैं ताकि मनुष्य को बुद्धि को पाए और अनुशासन हो ग्रहण करे, जिनसे समझ बर्बादों का ज्ञान हो. आदि में परमेश्वर ने आकाश और पृथ्वी को बताता है. आमेन. താങ്ക് യു ഷാലു, താങ്ക് യു കെവിൻ, താങ്ക് യു മെയുന്യ. അടുത്തതായി മോശയിലൂടെ ദൈവം ഇസ്രായേലിന് നൽകിയ 10 കൽപ്പനകൾ പാഠരൂപത്തിൽ പാടുന്നതിനായി ഓബിൽ ആൻഡ് ടീമിനെ വെൽക്കം ചെയ്യുന്നു. എല്ലാവർക്കും കരങ്ങളെ അടിച്ച് ഓബലിനെയും കൂട്ടുകാരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഓബിൽ ആൻഡ് ടീം ഓൺ ദി സ്റ്റേജ്. സീനായ് മലയിൽ മോശ തൻ കയ്യിൽ നൽകി ദൈവം 10 കൽപ്പനകൾ. പിന്നെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതേ. പിന്നെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതേ. കർത്താവിൻ തിരുനാമം വൃഥാപയോഗിക്കരുതേ. കർത്താവിൻ തിരുസംഖ്യം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ തിരുനാമം വൃഥാപയോഗിക്കരുതേ. കർത്താവിൻ തിരുസം പരിശുദ്ധമായി ആചരിക്കണം. തനക്ക് തനദിന്ദാന തനക്ക് തനക്ക് തനദിന്ദാന ധനക്ക് ധനക്ക് ധനദിന്ദാന ധനക്ക് ധനക്ക് ധനദിന്ദാന. മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. അന്യന്റെ ഭാര്യയെ അന്യന്റെ വസ്തുവെ മോഹിക്കരുതേ. അന്യന്റെ ഭാര്യയെ അന്യന്റെ വസ്തുവെ മോഹിക്കരുതേ. തനക്ക് ധനക്ക് ധനദിന്ദാന ധനക്ക് ധനക്ക് ധനദിന്ദാന ധനക്ക് ധനക്ക് ധനദിന്ദാന ധനക്ക് ധനക്ക് ധനദിന്ദാന. മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. അന്യന്റെ ഭാര്യയെ അന്യന്റെ വസ്തുവെ മോഹിക്കരുതേ. അന്യന്റെ ഭാര്യയെ അന്യന്റെ വസ്തുവെ മോഹിക്കരുതേ. ധനക്ക് ധനക്ക് ധനദിന്ദാന ധനക്ക് ധനക്ക് ധനദിന്ദാന
ധനക്ക് ധനക്ക് ധനദിന്ദാന ധനക്ക് ധനക്ക് ധനദിന്ദാന. Thank you, Abida and team, for the great performance. Now let's welcome Nadania on the stage to perform 66 books names in English. എല്ലാവർക്കും കരങ്ങൾ തട്ടി നദാനെ സ്വാഗതം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇന്ന് ബൈബിളിലെ 66 പുസ്തകങ്ങൾ ഇംഗ്ലീഷിലാണ് പറയാൻ പോകുന്നത്. ജെനസിസ്, എക്സഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ്, ഡ്യൂട്രോണമി, ജോഷുവ, ജഡ്ജസ്, Ruth, 1 Samuel, 2 Samuel, 1 Kings, 2 Kings, 1 Chronicles, 2 Chronicles, Ezra, Nehemiah, Esther, Job, Psalms, Proverbs, Ecclesiastes, Songs of Solomon, Isaiah, Jeremiah, Lamentations, Ezekiel, Daniel, Hosea, Joel, Amos, Obadiah, Jonah, Micah, Nahum, Habakkuk, Zephaniah, Haggai, Zechariah, Malachi, Matthew, Mark, Luke, John, Acts, Romans, 1 Corinthians, 2 Corinthians, Galatians, Ephesians, Philippians, Colossians, 1 Thessalonians, 2 Thessalonians, 1 Timothy, 2 Timothy, Titus, Philemon, Hebrew, James, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Judah, Revelation. Amen. നദാനിയ, താങ്ക് യു. ഒരു ഷോർട്ട് മെസ്സേജ് പറയുന്നതിനായി ബിൻസിയെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ബിൻസി ഓൺ ദ സ്റ്റേജ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വചനവുമായി നിൽപ്പാൻ ദൈവം നൽകിയ വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹോപ്പ് അഥവാ പ്രത്യാശ എന്നാൽ എന്തെന്നാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും തകർച്ചകളും നേരിടുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. യേശുക്രിസ്തു എന്ന പ്രത്യാശ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല. റോമർ 5:5 ഇങ്ങനെ പറയുന്നു: പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ എപ്പോഴുമുണ്ട്. എപ്പോഴും നമുക്ക് ദൈവവുമായി ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ കർത്താവിൽ ഉറച്ച പ്രത്യാശ വെച്ചാൽ നമുക്കൊരു നിത്യത സ്വന്തമാക്കാൻ കഴിയും. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ബിൻസി. അടുത്ത പ്രോഗ്രാം 127 സങ്കീർത്തനം പാട്ടുരൂപത്തിൽ പാടുന്നതിനായി ചൈൽഡ് ചർച്ചിലെ എല്ലാ കുഞ്ഞുമക്കളെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ബൈബിളിലെ 127 സങ്കീർത്തനം എടുത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാടാം. എല്ലാവരെയും കരങ്ങൾ തട്ടി സ്വാഗതം ചെയ്യുന്നു. പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്തിൽ നിൽക്കുന്നതും നന്നായി വൈകി ഉറങ്ങുന്നതും, നിങ്ങൾ അധികാരത്തിൽ നിൽക്കുന്നതും നന്നായി വൈകി ഉറങ്ങുന്നതും, കഠിന പ്രേരണത്താലുപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. കഠിന പ്രേരണത്താലുപജീവിക്കുന്നതർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നല്ലോ. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. മക്കൾ അവകാശവും ഉദരഫലം അവ നൽകും പ്രതിഫലവും. മക്കൾ യഹോവ നൽകും അവകാശവും ഉദരഫലം അവ നൽകും പ്രതിഫലവും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെന്നും യൗവനത്തിലെ മക്കൾ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെന്നും യൗവനത്തിലെ മക്കൾ. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായി സ്മിത എൻ്റെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. അടുത്ത പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയമാണ്. നമ്മുടെ ചൈൽഡ് ചർച്ച് സെക്ഷനിൽ
ബൈബിൾ ക്ലാസ് നടക്കുന്നു. അതിൽ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ ഒത്തിരി മനഃപാഠ വാക്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇതായിരുന്നു. കുഞ്ഞുമക്കൾക്ക്, അതായത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 10 മനഃപാഠ വാക്യവും 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 15 മനഃപാഠ വാക്യവും പഠിച്ച് കാണാതെ പറയുക എന്നതായിരുന്നു അവരുടെ ടാസ്ക്. അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും നേടിയ കുഞ്ഞുങ്ങളെ പേര് വിളിക്കുന്നു. പേര് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരിക. പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായി പാസ്റ്റർ രാജിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം പാസ്റ്റർ രാജി ഓൺ ദ സ്റ്റേജ്. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് ആദ്യം വിളിക്കുന്നത്. ഫസ്റ്റ് ആരോൺ എ. ഹന്ന ഫസ്റ്റ്. Agnes Angel first. Angela is first. Aaron Emmanuel Kiran. Snega second. Nadania first. Shalu Raj second. Binsi second. Swapna third. Sriju. Kevin Victor third. ദീക്ഷണ വന്നിട്ടില്ല. അടുത്തതായി ചൈൽഡ് ആർട്സിലെ എല്ലാ കുഞ്ഞുങ്ങളും പാരൻസും ചേർന്നുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. അതിനായി എല്ലാ കുഞ്ഞുങ്ങളെയും പാരൻസിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ലെറ്റ്സ് വെൽക്കം ദം ഓൺ ടു ദ സ്റ്റേജ്. സമയത്തും ഞാൻ ആരാധന ചെയ്യും, ആത്മാവിനും സത്യത്തിനും ആരാധന ചെയ്യും. എല്ലാ സമയത്തും ഞാൻ ആരാധന ചെയ്യും, ആത്മാവിനും സത്യത്തിനും ആരാധന ചെയ്യും. എൻ പ്രാണപ്രിയൻ യേശുവിൻ, എന്നെ സൃഷ്ടിച്ച പിതാവ് യേശുവിൻ. എൻ പ്രാണപ്രിയൻ യേശുവിൻ, സൃഷ്ടികർത്താവേ
ആരാധന. നീതിയുടെ സൂര്യനെ സത്യദൈവമേ ശക്തിമായ സർവശക്തനേ. നീതിയുടെ സൂര്യനെ സത്യദൈവമേ ശക്തിമാനെ സർവശക്തനേ. നിന്നെ കൂടാതെ എനിക്കാരുമില്ല, നിന്നെ കൂടാതെ മറ്റാരെയും ആരാധിക്കയില്ല. നിന്നെ കൂടാതെ എനിക്കാരുമില്ല, നിന്നെ കൂടാതെ മറ്റാരെയും ആരാധിക്കയില്ല. നിത്യവും നിന്റെ നാമം ഞാൻ സ്തുതിക്കും, നിത്യവും നിന്റെ നാമം ഞാൻ സ്തുതിക്കും. സ്തുതി 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. സ്തുതി 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ആരാധന 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 ആരാധന. എല്ലാ സമയത്തും